ഓം. ഇപ്പോൾ നമ്മൾ ഈ ഭാഗവതം ധ്യാനത്തിലൂടെ ഭഗവാൻ കംസനെ വധിച്ചതുവരെയുള്ള ഭാഗങ്ങളുടെ തത്വം പറഞ്ഞ് അവസാനിപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. തത്വം നമുക്ക് എത്ര വേണമെങ്കിലും ചുരുക്കിയും എത്ര വേണമെങ്കിലും പെരുക്കിയും പറയാം. എത്രമാത്രം വിശദമാക്കിയാലും വ്യക്തമാക്കുവാൻ സാധ്യമല്ലാത്ത രീതിയിലും നമുക്ക് തത്വത്തെ വിശകലനം ചെയ്യാം. കാരണം നമുക്ക് അറിവുകൾ പ്രധാനമായിട്ടും ഭൗതികമെന്നും ആത്മീയമെന്നും രണ്ടാണ്. സ്പിരിച്വൽ നോളേജും അതുപോലെ തന്നെ മെറ്റീരിയൽ നോളേജും. അപ്പോൾ ഈ രണ്ട് അറിവുകളും തമ്മിലുള്ള വ്യത്യാസം ഈ തത്വത്തെ ആധികാരികമായി വിശകലനം ചെയ്യുന്ന സന്ദർഭത്തിൽ നമ്മൾ അറിയേണ്ടതാണ്. അപ്പോൾ ഈ ഭൗതികമായ ജ്ഞാനത്തിലെ ഭൗതികമായ അറിവിൽ പ്രധാനമായിട്ടും അറിയപ്പെട്ടത്, അറിയാത്തത്, അറിയപ്പെടാവുന്നത്, ഇങ്ങനെ മൂന്ന് അറിവുകളെയുള്ളൂ. എന്നുവെച്ചാൽ ഇന്നോളം അറിയപ്പെട്ട അറിവുകൾ, പിന്നെന്താണ് ഇന്ന് നമുക്ക് അറിയുവാൻ കഴിയാത്ത അറിവുകൾ. ഇന്ന് നമുക്ക് അറിയുവാൻ കഴിയാത്ത അറിവാണെങ്കിലും ആ അറിവ് നാളെ അറിയപ്പെടാം. അതുകൊണ്ട് അറിയപ്പെടാവുന്നത്. ഈ മൂന്ന് തരത്തിലുള്ള അറിവ് മാത്രമേ വാസ്തവത്തിൽ ഭൗതികമായിരിക്കുന്ന അറിവുകളിൽ ഉള്ളൂ. എന്നാൽ ആത്മീയതയിലോ? ആത്മീയതയിൽ യഥാർത്ഥത്തിൽ 4 തരത്തിലുള്ള അറിവാണുള്ളത്. എന്ന് വെച്ചാൽ അറിയുന്നതും അറിയാത്തതും അറിയപ്പെടാവുന്നതും. ഇത് ഭൗതികതയിലുള്ളതുപോലെ തന്നെ, എന്നാൽ ഒരിക്കലും അറിയപ്പെടാത്തത്. ഇതാണ് സ്പിരിച്വൽ നോളേജിന്റെ ഒരു പ്രത്യേകത. ഒരിക്കലും അറിയപ്പെടാത്തൊരു തത്വമുണ്ട്. അതാണ് ആത്മാവ്, അല്ലെങ്കിൽ ആത്മീയം, അല്ലെങ്കിൽ യഥാർത്ഥത്തിലുള്ള ഞാൻ. എന്തായാലും ഇരിക്കട്ടെ. അപ്പൊ അങ്ങനെയുള്ളൊരു എന്നെ ഞാനായിട്ട് ഉണർത്തുവാൻ വേണ്ടിയിട്ടുള്ള അഭ്യാസത്തിന്റെ പ്രയോഗമായിട്ടാണ് നമ്മൾ ഈ ഭാഗവത ധ്യാനത്തിൽ തത്വങ്ങളെ വിശകലനം ചെയ്യുന്നത് എന്ന് ഓർമ്മപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ് ഇത്രയും പറഞ്ഞത്. ഇനി നമുക്ക് ആ ഭഗവാന്റെ വിദ്യാഭ്യാസം മുതലായിരിക്കുന്ന, ഗുരുദക്ഷിണ മുതലായിരിക്കുന്ന ഭാഗങ്ങളും അതിനോടനുബന്ധിച്ച് തുടർന്നു വരുന്ന നമ്മളിവിടെ പറഞ്ഞ് അവസാനിപ്പിച്ചു പോയ കഥകളുടെ തത്വങ്ങളൊക്കെയാണ് നമ്മളിവിടെ ചെറുതായിട്ട് ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. അങ്ങനെ കംസവധത്തിന് ശേഷം രാജ്യഭരണമെല്ലാം ശരിയായ രീതിയിൽ ഭഗവാൻ വ്യവസ്ഥ ചെയ്ത് പുനഃസ്ഥാപിച്ചതായിട്ട് നമുക്കറിയുവാൻ സാധിച്ചു. പിന്നീട് വസുദേവര് യഥാവിധി കുട്ടികൾക്ക് ഉപനയനം ചെയ്തു. ഈ ഉപനയന സംസ്കാരത്തിലൂടെയാണ് അറിവിനെ ആർജിക്കുവാൻ, അത് വിദ്യ ആത്മീയമായാലും വിദ്യ ഭൗതികമായാലും 2 തരത്തിലുള്ള അറിവായാലും പണ്ട് കാലങ്ങളിൽ അത് ചെയ്തിരുന്നവര് ഉപനയനത്തിന് ശേഷമാണ് ആ വിദ്യയിലേക്ക് പ്രവേശിച്ചിരുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഭഗവാൻ ഈശ്വരാവതാരമാണെങ്കിലും ഭഗവാന്റെ മാതാപിതാക്കൾ എന്ത് ചെയ്തു? ജയിൽ വിമോചിതരായി കഴിഞ്ഞപ്പോൾ, എന്നുവെച്ചാൽ കംസന്റെ തടവറയിൽ നിന്ന് മോചിക്കപ്പെട്ടപ്പോൾ തന്റെ മക്കളോട് ചെയ്യേണ്ട ആ കർത്തവ്യം, ആ കടമ, അത് നിറവേറ്റുവാൻ വേണ്ടി കുട്ടികളെ യഥാസമയം അവര് ഉപനയനത്തെ ചെയ്യുകയുണ്ടായി. പിന്നീട് ഉപനയനം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ എന്താണ്? വിദ്യ അഭ്യസിപ്പിക്കലാണ്, വിദ്യ പകർന്നു കൊടുക്കണം. അപ്പൊ വിദ്യ ബോധിക്കുവാൻ വേണ്ടിയിട്ട് അവരെ ഗുരുകുല വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് അവന്തി രാജ്യത്തിലുള്ള സാന്ദീപനി മഹർഷിയുടെ അടുക്കലേക്ക് പറഞ്ഞയച്ചു. പണ്ട് ഗുരുകുലങ്ങളായിരുന്നു, ഗുരുകുല സമ്പ്രദായം. അപ്പൊ ആ ഗുരുകുല സമ്പ്രദായം
അതിൻ്റെ ആ അഖണ്ഡമായ പിന്തുടർച്ച എന്നുള്ള രീതിയിൽ തന്നെയാണ് വാസ്തവത്തിൽ നമ്മുടെ സംസ്കാരം യഥാർത്ഥത്തിൽ ഗുരുശിഷ്യ ബന്ധം വഴിയാണ് പുഷ്ടി പ്രാപിക്കുന്നത് എന്ന് പറയുവാൻ കാരണം. ഇപ്പൊ ഗുരുശിഷ്യ ബന്ധം നമ്മുടെ സംസ്കൃതിയിൽ, നമ്മുടെ പൈതൃകത്തിൽ, നമ്മുടേതായിരിക്കുന്ന ഈ ജീവിത രീതിയിൽ ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒരു വസ്തുതയാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പൊ നമുക്ക് ലൗകികമായാലും ഭൗതികമായാലും ഏത് കാര്യത്തിനായാലും അതിനൊക്കെ നമുക്ക് മാസ്റ്റർമാർ, അല്ലെങ്കിൽ ഗൈഡുകൾ, അല്ലെങ്കിൽ അധ്യാപകർ, അല്ലെങ്കിൽ ആചാര്യന്മാർ, ഗുരുക്കന്മാർ നമുക്ക് പരിശീലനം നൽകണം. എങ്കിൽ അതിനേക്കാൾ എന്താ പറയുക, ലളിതവും കഠിനവും പറഞ്ഞു നമ്മൾ ഒരിക്കലും അറിയപ്പെടാൻ കഴിയാത്തതാണ്. അങ്ങനെയുള്ള ആ വിദ്യയെ അത് ബോധിക്കാൻ മാത്രം നമുക്ക് ഗുരുവിന്റെ ആവശ്യകതയില്ല എന്ന് പറയുന്നതിൽ എന്ത് ഔചിത്യമാണുള്ളത് എന്ന് ചിന്തിക്കണം. നമുക്ക് എല്ലാ കാര്യത്തിനും ഒരാശാൻ അല്ലെങ്കിൽ ഒരാള് നമ്മളെ പഠിപ്പിക്കണം. അപ്പൊ പിന്നെ യഥാർത്ഥ വിദ്യയായിരിക്കുന്ന ഈ ആത്മവിദ്യ, അതായത് മന്ത്രം ജപിക്കുവാൻ, അതുപോലെ പൂജ ചെയ്യുവാൻ, അതുപോലെ ധ്യാനം ഉപദേശിക്കുവാൻ, അതുപോലെ ഈ മന്ത്രശാസ്ത്രം ചികിത്സാ രീതിയുടെ ഭാഗമായിട്ടും പ്രായോഗികമാക്കുന്നുണ്ട്. അപ്പൊ മന്ത്രങ്ങളിലൂടെ വ്യക്തികളുടെ രോഗം മാറ്റാൻ, മാനസിക പ്രശ്നം പരിഹരിക്കാൻ. അപ്പോ ഇങ്ങനെ ആത്മീയമായിരിക്കുന്ന വിഷയങ്ങളിൽ മാത്രം ഗുരുവിന്റെ ആവശ്യകതയില്ല. പുസ്തകം മതി, പുസ്തകം നോക്കി പഠിച്ചാൽ മതി, പുസ്തകം മതി എന്ന് പറയുന്നതിനുള്ളതിന്റെ യുക്തി എന്താണ്? അത് വാസ്തവത്തിൽ ബാലിശമായൊരു ചിന്തയാണ് എന്ന് മാത്രമേ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുന്നത്. എന്തായാലും പണ്ട് ഗുരുകുല വിദ്യാഭ്യാസം, ആ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് സാന്ദീപനി മഹർഷിയുടെ അടുക്കലേക്കാണ് നമ്മുടെ ഭഗവാനെയും അതുപോലെ ബലരാമരെയും ഒക്കെ പറഞ്ഞയച്ചത്. അപ്പോഴോ 64 ദിവസങ്ങളെ കൊണ്ട് ഭഗവാൻ എല്ലാ വിദ്യകളും പഠിച്ചു. അല്ലെ, നമ്മുടെ ശാസ്ത്രങ്ങളിൽ പ്രത്യേകം പറയുന്നുണ്ട് 64 കലാവിദ്യകളാണെന്ന്. 64 കലകൾ. അപ്പൊ ആ 64 കലകളും 64 വിദ്യകളും ഭഗവാൻ ഈശ്വരനായതുകൊണ്ട് 64 ദിവസങ്ങളെ കൊണ്ട് പഠിക്കാൻ കഴിയും. സാധാരണ ആളുകൾക്കോ അത് 64 വർഷം കൊണ്ടോ 64 ജന്മം കൊണ്ടോ അല്ലെങ്കിൽ ഒന്നും ചിലപ്പോൾ ബോധിക്കുവാൻ സാധ്യമായി, പഠിക്കുവാൻ സാധ്യമായി എന്ന് വരില്ല. എന്നാൽ ഭഗവാൻ ഈശ്വരന്റെ അവതാരമായതുകൊണ്ട് ഭഗവാൻ 64 ദിവസങ്ങളെ കൊണ്ട് ഈ കലാവിദ്യകളെയെല്ലാം അഭ്യസിച്ചു. വിദ്യ കൊണ്ട് അറിവ് നേടി. അപ്പോ വിദ്യ പഠിപ്പിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഗുരുദക്ഷിണ കൊടുക്കണം. അപ്പോ ഗുരുവിനെ മനസ്സിലായി. കാരണം ഗുരുവിനെ അറിയാം വിദ്യ പകർന്നു കൊടുക്കുമ്പോൾ ഈ കുഞ്ഞിലുള്ള ആത്മാ അവബോധം ആർജിച്ച ആത്മാവാണോ അതോ ബോധം മലിനപ്പെട്ടിരിക്കുന്ന ആത്മാവാണോ എന്നെല്ലാം ഒരു ഗുരുവിനെ തൻ്റെ ശിഷ്യരെ അഭ്യസിപ്പിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കും. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ സാന്ദീപനി മഹർഷിക്ക് ഭഗവാന്റെ മഹിമയെ, ഭഗവാൻ വാസ്തവത്തിൽ ഈശ്വരൻ തന്നെയാണെന്നുള്ളതിൻ്റെ ആ യാഥാർത്ഥ്യം ഗുരുവിനെ അറിയുവാൻ സാധിച്ചു. അപ്പൊ ഇവിടെ ഗുരുവിനെ സംബന്ധിച്ച് എന്താണ്? ഗുരുവിനെ വാസ്തവത്തിൽ ആകെ ഒരു ആൺകുട്ടിയെ ഉണ്ടായിരുന്നുള്ളൂ. ആ കുട്ടിയാണെങ്കിൽ മരണപ്പെട്ടു പോകുകയും ചെയ്തു. അപ്പോ മരിച്ചുപോയ തൻ്റെ പുത്രനെ തനിക്ക് തിരിച്ചു കിട്ടണം, ജീവനോടെ തിരികെ കിട്ടണം എന്നുള്ള ഒരു ആവശ്യത്തെയാണ് ഗുരു ഭഗവാനോട് ആവശ്യപ്പെട്ടത്. അപ്പോഴോ മരിച്ചുപോയ ഗുരുപുത്രനെ ഭഗവാൻ വരുണലോകത്തുള്ള കാരണം അപ്പൊ കുട്ടി വെള്ളത്തിൽ വെച്ച്, അഗ്നിയിൽ വെച്ചാണെന്നും വെള്ളത്തിൽ വെച്ചാണെന്നും ഒക്കെ പലവിധ അഭിപ്രായമുണ്ട്. എന്നാൽ ഭാഗവതത്തിൽ അത് വെള്ളത്തിൽ, എന്നുവെച്ചാൽ സ്നാനത്തിന് സന്ധ്യാവന്തനമൊക്കെ ചെയ്യാൻ പോയ സന്ദർഭത്തിൽ മരണപ്പെട്ടു, നഷ്ടപ്പെട്ടു എന്നുള്ള രീതിയിലാണ് അവതരിപ്പിക്കുന്നത്. പക്ഷെ നമ്മുടെ സാധാരണ നാടൻ പാട്ടുകളിലൊക്കെ ഇങ്ങനെയാണ്: ധനിതൻ മുനിതൻ
വാസുദേവൻ ഗുരുവിങ്കിൽ അങ്ങനെ എന്തോ ഇപ്പൊ വ്യക്തമായിട്ട് ഓർമ്മ വരുന്നില്ല. അപ്പൊ അവിടെ പറയുന്നത് അഗ്നിയിൽ വീണു മരിച്ചൊരു സുതനെ ഗുരുദക്ഷിണയും നൽകി മുകുന്ദൻ. അവിടെ പറയുന്ന അഗ്നിയിൽ വീണു മരിച്ചൊരു സുതനെ ഗുരുദക്ഷിണയും നൽകി മുകുന്ദൻ. അപ്പൊ നാടൻ പാട്ടുകളിൽ അത് അഗ്നിയിൽ വീണിട്ട് അല്ലെങ്കിൽ അഗ്നിയിലാണ് കുഞ്ഞ് നഷ്ടപ്പെട്ടത് എന്നൊക്കെയാണ് പറയുന്നത്. അതെന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, നമുക്കിപ്പോ ഇവിടെ ഈ കഥകളിൽ നിന്നും നമ്മൾ അതിന്റെ യാഥാർത്ഥ്യം, അതിന്റെ തത്വമാണ് ഇവിടെ മനസ്സിലാക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പൊ എന്താണ്, അനുമാനമാണ്. ഇപ്പൊ ഇന്നലെ വരെ ഇപ്പൊ നമുക്ക് നമ്മുടെ ജന്മത്തിൽ സംഭവിച്ച കാര്യങ്ങൾ മാത്രമാണ് പ്രത്യക്ഷം അല്ലെങ്കിൽ അനുഭവം എന്നൊക്കെ പറയാൻ കഴിയും. ഇപ്പൊ നമുക്ക് മുമ്പേ വന്നു പോയവരുടെ കഥകളൊക്കെ എന്താണ്, അറിവുകളൊക്കെ എന്താണ്, നമ്മെ സംബന്ധിച്ച അനുമാനമാണ്. അപ്പൊ അതിൽ ഒരുപാട് തിരുത്തലുകളും അതുപോലെ എന്താ പറയുക തിരികെ കയറ്റലുകളും കൂട്ടലും കുറക്കലും ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കും. അപ്പൊ നമ്മൾ ഇതിൻ്റെയൊക്കെ പരമാർത്ഥം, ഇതിൻ്റെയൊക്കെ സാരം എന്താണെന്ന് ബോധിക്കുവാനാണ് നമ്മുടെ പ്രജ്ഞയെ പ്രയോജനപ്പെടുത്തേണ്ടത്. എന്തായാലും ഭഗവാൻ ഗുരുവിൻ്റെ ആ ആവശ്യമനുസരിച്ച് ആ വരുണൻ എന്ന് വെച്ചാൽ സമുദ്രത്തിലേക്ക് ഇറങ്ങുന്നുണ്ട്. അങ്ങനെ വരുണ ലോകത്തിൽ ചെന്നിട്ട് ആ വരുണനോട് ആവശ്യപ്പെടുന്നുണ്ട്, എവിടെയാണ് എൻ്റെ ഗുരുപുത്രൻ എന്ന് പറയുമ്പോൾ വരുണൻ പറഞ്ഞു. അപ്പൊ ഇവിടെ വരുണലോകത്ത് അപ്പൊ എന്തായിരുന്നു സ്ഥിതി? വരുണനെ അടക്കം ബന്ധിച്ച് പഞ്ചജൻ എന്നൊരു അസുരൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ആ അസുരനെ ഭഗവാൻ വധിച്ചു. അസുരനെ നിഗ്രഹിച്ചിട്ടാണ് വരുണൻ നേരിട്ട് കണ്ടപ്പോ വരുണൻ പറഞ്ഞു, കുഞ്ഞിവിടെയില്ല, ഇപ്പോൾ യമപുരിയിലാണ്, സാക്ഷാൽ യമധർമ്മരാജ, ആ യമപുരിയിലുണ്ട് കുട്ടി എന്ന് പറയാം. അങ്ങനെ യമപുരിയിൽ പോയി. അപ്പൊ യമൻ ഭഗവാനെ കണ്ടതും വളരെ സന്തോഷത്തോടു കൂടി നമസ്കരിച്ച് ഉപചാരങ്ങളൊക്കെ ചെയ്ത് ഇതാ അങ്ങയുടെ ഗുരുപുത്രൻ എന്നും പറഞ്ഞ് കുഞ്ഞിനെ തിരികെ നൽകുകയാണ്. അങ്ങനെ ആ കുട്ടിയെ വന്നിട്ട് ദക്ഷിണയായിട്ട് ഭഗവാൻ തിരിച്ച് നൽകുകയും ചെയ്യുകയാണ്. അങ്ങനെ ഗുരുവിന്റെ പൂർണ്ണ അനുഗ്രഹത്തോടു കൂടി ശ്രീകൃഷ്ണ ഭഗവാൻ മധുരയിലേക്ക് വീണ്ടും തിരിച്ചു വരികയാണ്. ഇവിടെ ഗുരുദക്ഷിണയാണ് ഇവിടെ നമുക്ക് പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു വസ്തുത. കാരണം ഗുരുദക്ഷിണ കൊണ്ട് മാത്രമേ ജ്ഞാനം പ്രകാശിക്കുകയുള്ളൂ. ജ്ഞാനം പ്രകാശിക്കണമെങ്കിൽ എന്ത് വേണം? നമ്മൾ ഗുരുവിനെ ദക്ഷിണ നൽകണം. കാരണം ഗുരുകുല വിദ്യാഭ്യാസം വാസ്തവത്തിൽ എന്തിനു വേണ്ടിയിട്ടാണ്? ജ്ഞാനപ്രാപ്തിക്ക് വേണ്ടിയിട്ടാണ്, വിദ്യയ്ക്ക് വേണ്ടിയിട്ടാണ്, ആത്മവിദ്യയ്ക്ക് വേണ്ടിയിട്ടാണ്. അത് നമ്മൾ ലൗകികങ്ങളായിരിക്കുന്ന അനിത്യങ്ങളായിരിക്കുന്ന ഇഷ്ടകാമങ്ങളുടെ എന്ന് വെച്ചാൽ പശു, പുത്രൻ, അതുപോലെ സമ്പത്ത്, ആദരവ്, സ്ഥാനമാനങ്ങൾ, അധികാരം, ഇവയൊക്കെ ലഭിക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപാസനയെയും അറിവിനെയും പ്രയോജനപ്പെടുത്തും. അത് തെറ്റാണെന്നോ ശരിയാണെന്നോ പറയാൻ വേണ്ടിയിട്ടല്ല ഇവിടെ പറയുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ വിദ്യയുടെ ലക്ഷ്യം ജ്ഞാനം ബോധിക്കാൻ വേണ്ടിയിട്ടാണ്, ആത്മവിദ്യയെ പ്രകാശിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ആ ആത്മവിദ്യ പ്രകാശിക്കണമെങ്കിൽ എന്ത് വേണം? നമ്മൾ ഗുരുവിനെ ദക്ഷിണ സമർപ്പിക്കണം. അപ്പൊ ഏത് കർമ്മത്തിനും ദക്ഷിണ ആവശ്യമാണ്. അപ്പൊ ദക്ഷിണ എന്ന് പറയുമ്പോൾ എന്താ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്? ദക്ഷിണ ജ്ഞാന സന്ദേശം എന്നും ക്ഷേമുഷി ദക്ഷിണ എന്നും രണ്ടർത്ഥമാണ് പ്രധാനമായിട്ട് ദക്ഷിണ എന്നുള്ള പദത്തിന്റെ വാക്യനുള്ളത്. അപ്പൊ അതിൽ ദക്ഷിണ ജ്ഞാന സന്ദേശം എന്ന് പറഞ്ഞാലോ നമ്മൾ വാസ്തവത്തിൽ ആർക്കാണ് ദക്ഷിണ കൊടുക്കുന്നത്? ഗുരുവിനാണ്, സന്യാസിക്കാണ്, അല്ലെങ്കിൽ നമുക്ക് വിദ്യകൾ പകർന്നു നൽകുന്ന ആചാര്യന്മാർക്കാണ് നമ്മൾ ദക്ഷിണ സമർപ്പിക്കാൻ. അപ്പൊ യഥാർത്ഥത്തിൽ ഒരു ആത്മീയ ഗുരു, ഒരു സന്യാസി പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ ലക്ഷ്യം വയ്ക്കുന്ന ദക്ഷിണ സത്യത്തിൽ എന്താണ്? ദക്ഷിണ ജ്ഞാന സന്ദേശം. താൻ തൻ്റെ ശിഷ്യർക്ക് പകർന്നു കൊടുത്തിരിക്കുന്ന അറിവുകൾ എന്തോ ആ അറിവുകൾ അനുദിന ജീവിതത്തിൽ
അവര് പ്രായോഗികമാക്കി മാതൃകയോടുകൂടി ജീവിച്ചു കാണിക്കുക, ജീവിതം തുടരുക. ഇതാണ് ഒരു യഥാർത്ഥ ഗുരു ശിഷ്യരിൽ നിന്നും പ്രതീക്ഷിക്കുന്ന ദക്ഷിണ. പിന്നെ ഷേമുഷി ദക്ഷിണ എന്ന് പറഞ്ഞാലോ, ഷേമുഷി ദക്ഷിണ എന്ന് പറഞ്ഞാൽ, ഷേമുഷി എന്ന് പറഞ്ഞാൽ കഴിവ്. ദക്ഷിണ കൊടുത്താൽ കഴിവ് വർദ്ധിക്കുമെന്നാണ്. ഇപ്പൊ നമ്മള് ഗുരുവിനെയാണ്, സന്യാസിക്കാണ്, അല്ലെങ്കിൽ ഋഷിക്കാണ്, യോഗിക്കാണ്, ജ്ഞാനിക്കാണ്, അല്ലെങ്കിൽ ഉപാസകർക്കാണ് നമ്മൾ ഈ ദാനങ്ങൾ ചെയ്യുന്നത്. അവിടെ എന്താണ് പണ്ടത് എന്താ പറയുക, പശുക്കളെ, അതുപോലെ കന്യകമാരെ, അതുപോലെ ഭൂമിയെ, അതുപോലെ രത്നങ്ങള് മുതലായിരിക്കുന്ന ഒത്തിരി 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 വലിയ 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 ലൗകിക ഭൗതികമായിരിക്കുന്ന സമ്പത്തിനെ തന്നെ രാജാക്കന്മാരും അതുപോലെയുള്ള ആളുകളും ഗുരുവര്യന്മാർക്ക്, ഋഷീശ്വരന്മാർക്ക് ദാനമായിട്ട് നൽകിയിരുന്നു. ഇന്നാണിപ്പോൾ നമ്മൾ ദക്ഷിണ ഫീസാണോ, ഫീസ് ചോദിക്കാമോ, കൊടുക്കാമോ, വാങ്ങാമോ എന്നൊക്കെ ചോദിച്ച് അതിനെ നമ്മൾ പല രീതിയിലും, അതായത് ആക്ഷേപിക്കാനും മറ്റുമൊക്കെ മുന്നോട്ട് വരുന്നത്. അത് വേറെ വിഷയം. അപ്പൊ ഈ ദക്ഷിണ, അത് ക്ഷേമുഷി ദക്ഷിണ, കഴിവ് വർദ്ധിക്കുവാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ സമ്പത്തില്ലെങ്കിൽ ഗുരുവിനെ സമ്പത്ത് ദാനം ചെയ്താലോ അവിടെ സമ്പത്ത് വർദ്ധിക്കും. അതുപോലെ എന്താണോ അതല്ല, വിദ്യാജ്ഞാനം സർവ്വധനാത് പ്രധാനമെന്നാണ്. ഗുരു നമ്മുടെ അറിവിലും നമ്മുടെ എന്താ പറയുക അനുഭവത്തിലും പൂർണ്ണനും നല്ല ജ്ഞാനിയും ഒക്കെ ആണ് എന്ന് വരികയാണെങ്കിലും എല്ലാവരും ഗുരുവിനെ ഉണ്ടായിക്കൊള്ളണം എന്നുള്ളത് നിർബന്ധമൊന്നുമില്ല. ആത്മീയപരമായ ജ്ഞാനത്തെക്കുറിച്ച് നമ്മൾ പറയുകയുണ്ടായി. എന്താണ്? ഒരിക്കലും അറിയുവാൻ കഴിയാത്തതാണ് എന്നാണ്. അപ്പൊ ആ അറിവിനെ വിചാരം ചെയ്തിരിക്കുന്നതാണ് ഒരു യഥാർത്ഥ സന്യാസി. ഒരിക്കലും അറിയുവാൻ കഴിയുന്നില്ല. അൺനോൺ ഈസ് ഓൾ നോയിങ് എന്ന് പറയും. അറിയപ്പെടാത്തതാണ് എല്ലാം അറിയുന്നത്. അത് യഥാർത്ഥത്തിൽ ബ്രഹ്മമാണ്, ആത്മാവാണ്. അത് ഞാനാണെന്ന് നമുക്ക് ഗുരുവര്യന്മാര് പ്രമാണങ്ങളിലൂടെ വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. ആ വെളിപ്പെടുത്തി തന്നവരെന്നെ പറഞ്ഞിരിക്കുന്നു, അത് വാക്കുകളെ കൊണ്ട് പറയാനോ അനുഭവങ്ങളെ കൊണ്ട് അറിയുവാനോ സാധിക്കാത്തതാണ്. അപ്പൊ പിന്നെ ഈ ആത്മജ്ഞാനം ഒരാൾ അറിഞ്ഞു എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ അത് അതിരിക്കട്ടെ, അത് വേറെ വലിയൊരു വിഷയമാണ്, അതവിടെ ഇരിക്കട്ടെ. എന്തായാലും നമ്മുടെ ഗുരുവര്യന്മാര് തന്നെ അതിനെ നമുക്ക് പല വ്യവസ്ഥകളും അറിവുകളും ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പൊ അതിനെ ധാർമ്മികമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ വേണ്ടിയിട്ട് ബ്രഹ്മചര്യാശ്രമിയോടും ഗൃഹസ്ഥാശ്രമിയോടും വാനപ്രസ്ഥാശ്രമിയോടും സന്യാസാശ്രമിയോടും ഏത് രീതിയിൽ ജീവിക്കണം, ഏത് രീതിയിൽ ജീവിച്ചുകൂടാ എന്ന് പറഞ്ഞ് അവര് ആചാരങ്ങളെ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. ആ ആചാരങ്ങളിൽ കാലാനുസൃതമായിട്ടുള്ള മാറ്റം വരുത്തുവാൻ വർത്തമാനകാലത്തിൽ ജീവിക്കുന്ന ഒരു സന്യാസിക്ക് അധികാരമുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല. കാരണം ഇപ്പോ റൈറ്റ് സഹോദരന്മാര് വിമാനം കണ്ടുപിടിക്കുമ്പോൾ വാസ്തവത്തിൽ എന്താ ഉണ്ടായിരുന്നു? അത് ഒരു കുന്നിന്റെ മുകളിൽ നിന്നും വേറെ തൊട്ടടുത്തുള്ളൊരു ചെറിയ കുന്നിന്റെ അവിടേക്ക് അത്രമാത്രം പറക്കുവാനുള്ളൊരു ശക്തി, അല്ലെങ്കിൽ ചലിക്കുവാനുള്ളൊരു ശക്തി അതിനുണ്ടായിരുന്നുള്ളൂ. പിന്നെ അവർ ശാസ്ത്രം എന്താണ് പുതുക്കി ഡെവലപ്മെന്റ് അത് ചെയ്തത് കൊണ്ടാണ് ഇന്നത്തെ രീതിയിൽ നമുക്ക് എന്താണ് അതിനെ സ്വദേശത്തും വിദേശത്തും ഇഷ്ടം പോലെ പറപ്പിക്കാവുന്ന രീതിയിൽ അതിനെ മാറ്റം വളർച്ചയുണ്ടായത്. നേരെ മറിച്ച് റൈറ്റ് സഹോദരന്മാർ കണ്ടുപിടിച്ച അതേ തിയറിയിൽ തന്നെ അങ്ങോട്ട് ഇരിക്കുകയായിരുന്നെങ്കിലോ ഇന്നത്തെ വളർച്ച നമുക്ക് ഉണ്ടാവില്ല. ഇപ്പൊ നമ്മുടെ ഗുരുജനങ്ങളും ആളുകളൊക്കെ കാളവണ്ടിയിലും കുതിരവണ്ടിയിലും അല്ലെങ്കിൽ കാൽനട വണ്ടിയിലൊക്കെയാണ് സഞ്ചരിച്ചിരുന്നത്. അപ്പൊ എന്തിനാണ് സ്വാമിമാർക്ക് അല്ലെങ്കിൽ ഈ വാഹനം അല്ലെങ്കിൽ നല്ല കെട്ടിടം എന്നൊക്കെ ചോദിച്ച് നമ്മൾ അതിനെ നിന്ദിക്കാനും അതുപോലെ കളിയാക്കാനൊക്കെ വരുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? അതുകൊണ്ട് കാലാനുസൃതമായിരിക്കുന്ന മാറ്റം, ആത്മതത്വം മാത്രമേ യാതൊരു കാലത്തും മാറാത്തതായിട്ട് ഇരിക്കുന്നുള്ളൂ. സത്യം എന്ന് പറയുന്ന പാരമാർത്ഥിക ബോധം അത് ജനിക്കുകയോ മരിക്കുകയോ ചെയ്യാതെ നിത്യനൂതനമായിട്ട് സദാപി പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. അതാണ് തത്വം.
എന്നാൽ ആ സത്യത്തിനുള്ളിൽ വന്നുകൊണ്ടിരിക്കുന്ന ജീവന്മാരെ ആ യാഥാർത്ഥ്യം ബോധിക്കലാണ് അവരുടെ പരമധർമ്മം. അതിനു വേണ്ടിയുള്ള ജീവിതമാണ് പരമാർത്ഥത്തിലുള്ള ജീവിതം. എന്നാ നമ്മളിപ്പോ എന്താ ചെയ്യുന്നത്? അങ്ങനെയുള്ള ജീവിതത്തിന് തയ്യാറാവുന്നില്ല എന്നല്ല, മാത്രമല്ല അങ്ങനെയുള്ളൊരു ജീവിതത്തെ സ്വീകരിച്ചിരിക്കുന്നവരെയാണ് നമ്മൾ ചോദ്യം ചെയ്യാനും അവർക്ക് ഉപദേശം കൊടുക്കാനും ഒക്കെ ആയിട്ട് മുന്നോട്ട് വരുന്നത്. എന്തായാലും ഇരിക്കട്ടെ. അപ്പോ ഈ ദക്ഷിണയെ കൊണ്ട് നമ്മൾ ഇത്തരം കാര്യങ്ങൾ ദക്ഷിണ കൊടുക്കുന്തോറും കഴിവ് വർദ്ധിക്കും. അപ്പോ ഈ ദക്ഷിണ കുഞ്ഞിനെ ദക്ഷിണ കൊടുക്കുന്നതിന് മുമ്പ് ഭഗവാൻ എന്ത് ചെയ്തു? പഞ്ചജനെ കൊന്നു എന്നാ പറയുന്നത്. പഞ്ചജൻ എന്ന് പറയുന്ന രാക്ഷസൻ അസുരനെ കൊന്നു എന്നാണ്. അപ്പൊ പഞ്ചജനെ കൊല്ലണം എന്ന് പറഞ്ഞാൽ ഈ പഞ്ചജൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പഞ്ചജൻ എന്ന് പറഞ്ഞാൽ അതായത് പഞ്ചവിഷയങ്ങളാണ്. ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം. ഇതാണ് 5 വിഷയങ്ങൾ. അപ്പൊ ശബ്ദത്തിലുള്ള ആസക്തി, സ്പർശത്തിലുള്ള ആസക്തി, ശബ്ദസ്പർശം, രൂപം, രസം, ഗന്ധം മുതലായിരിക്കുന്ന 5 വിഷയങ്ങളിലുള്ള ആസക്തിയെ ജയിക്കണം, കൊല്ലണം. അതാണ് പഞ്ചജൻ എന്ന് പറയുന്ന അസുരനെ നിഗ്രഹിച്ചു. അപ്പൊ പഞ്ചജനി ഗ്രഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തമോ ഗുണ ജയമാണ് പഞ്ചജ നിഗ്രഹം എന്ന് പറയുന്നത്. പഞ്ചജ നിഗ്രഹം എന്ന് വെച്ചാൽ തമോ ഗുണത്തിന്റെ ജയമാണ്. ദന്തസ്വാമി എല്ലാ കഥകൾക്കും ഒരു തത്വം തന്നെ പറയുന്നത് എന്നിപ്പോ ചിലർക്ക് തോന്നൂലേ? ഇത്രേനുള്ളൂ. തമോ ഗുണം, രജോ ഗുണം, സത്വഗുണം, നിർഗുണം. അപ്പൊ തമോ ഗുണത്തെ രജോ ഗുണം കൊണ്ടും, രജോ ഗുണത്തെ സത്വഗുണം കൊണ്ടും, സത്വഗുണത്തെ ഉപശമശീലം ആകുന്ന നിർഗുണം കൊണ്ടും ചെയ്യിക്കണം. ഇത്രയേ ഉള്ളൂ വാസ്തവത്തിൽ പറയാൻ. ഇത്ര മാത്രമേ ഉള്ളൂ തത്വം പറയാൻ. പക്ഷെ എളുപ്പമാണോ കാര്യം? എത്ര പേര് അത് ശ്രമിക്കുന്നുണ്ട്? ശ്രമിച്ചവര് എത്ര, ശ്രമിക്കുന്നവരിൽ എത്ര പേര് അതിൽ വിജയം പ്രാപിക്കുന്നുണ്ട്, വിജയം വരിക്കുന്നുണ്ട്? അപ്പോ ഇവിടെ പഞ്ചജ നിഗ്രഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5 വിഷയങ്ങളുടെ മുകളിലുള്ള വിജയം സാധിച്ചു എന്നാണ്. എന്നിട്ടോ അപ്പോ ദക്ഷിണ എന്നിട്ടാണ് പിന്നെ കുഞ്ഞിനെ കൊണ്ടുവന്ന് ഭഗവാൻ ഗുരുവിനെ കൊടുക്കുന്നത്. എന്നാൽ സാധനയുടെ ശക്തിക്കാണ് ദക്ഷിണ കൊടുക്കേണ്ടത്. അതാണ്. അപ്പൊ വരുണലോകം എന്ന് പറഞ്ഞാലോ? കാരണം വരുണലോകത്തിലാണ് ഭഗവാൻ ആദ്യം ചാടിപ്പോയി എന്ന് പറഞ്ഞ കുട്ടി. വരുണലോകം എന്ന് വെച്ചാൽ കടലിൽ നഷ്ടപ്പെട്ടു എന്നുള്ള രീതിയിൽ. അപ്പൊ ഈ വാസനയുടെ ലോകമാണ് വരുണലോകം. വാസന, വാസന എന്ന് വെച്ചാൽ എന്താണ്? ചിത്തത്തിൽ മുജ്ജന്മ സംസ്കാരമായിട്ട് വന്നിട്ടുള്ളതാണ്. ഇന്നലെകളിൽ ആർജിച്ച് ചെയ്തു വെച്ച കർമ്മത്തിന്റെ ഫലമാണ് ഇന്നത്തെ ജീവിതത്തിന്റെ അനുഭവം. അപ്പൊ ഇന്ന് നമ്മൾ സുഖിക്കുന്നുണ്ടെങ്കിലും ദുഃഖിക്കുന്നുണ്ടെങ്കിലും അത് രണ്ടിനും കാരണം ഇന്നലെകളിലൂടെ ജീവിതമാണ്. അപ്പൊ നമുക്ക് നാളെ സന്തോഷിക്കണം, സുഖിക്കണം എന്ന് വരികയാണെങ്കിലോ ഇന്നലെ ശരിയാക്കണം. വർത്തമാനത്തിൽ ഉചിതമായിട്ട്, ധാർമ്മികമായിട്ട്, അവബോധത്തോടുകൂടി നമുക്ക് ജീവിക്കാൻ സാധിക്കണം. അപ്പൊ വർത്തമാനകാലത്ത് ഇന്നിപ്പോ ഞാൻ എല്ലാം കൂടി ശരിയായി എന്ന് വിചാരിച്ചുകൊണ്ട് നാളെ തന്നെ നമുക്ക് സുഖം കിട്ടിക്കോളണമെന്ന് നിർബന്ധമുണ്ടോ? ഇല്ല. കാരണം ഇന്നലെകളിൽ നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന കർമ്മം എത്രമാത്രം നല്ലതാണോ, എത്രമാത്രം ചീത്തയാണോ അതിനനുസരിച്ചിരിക്കും ഇന്ന് നമ്മൾ ശരിയാക്കിയാലും നാളെ നമുക്ക് കിട്ടാൻ പോകുന്ന സുഖത്തിന്റെയും ദുഃഖത്തിന്റെയും ആ അളവ്. ആയതുകൊണ്ട് അവബോധത്തോടുകൂടി വർത്തമാനകാലത്തില് നമ്മൾ എന്താണ്, മറ്റാരെയും വേദനിപ്പിക്കാതെ എല്ലാവർക്കും എന്താ നന്മ വരണം. അതല്ലേ ലോകാ സമസ്ത സുഖിനോ ഭവന്തു വസുദൈവ കുടുംബകം. ഇതൊക്കെയാണ് ആർഷ സന്ദേശം. സനാതനമായിരിക്കുന്ന നമ്മുടെ ഭാരതത്തിന്റെ സന്ദേശവും നിർദ്ദേശവും ഇവയൊക്കെയാണ്. അപ്പൊ അങ്ങനെ നമുക്ക് ജീവിക്കാം. അപ്പോ പിന്നെ വാസനയുടെ ജയമാണ് വരുണലോക യാത്രയിലൂടെ കാണിക്കുന്നത്. പിന്നെന്താ, മൃത്യുലോകത്തെയും ജയിച്ചു. അപ്പൊ മൃത്യുലോകത്തെയും ജയിച്ചു എന്ന് വെച്ചാലോ മരണഭയത്തെയും ജയിച്ചു, മരണത്തെയും ജയിച്ചു എന്ന് പറഞ്ഞാൽ ശരീരബോധം നശിച്ചു. അപ്പൊ നമുക്കെന്താണ് മരണഭയം ഉണ്ടാകാൻ കാരണം? ഇപ്പോ ഏത് ഭയത്തിന്റെ അടിസ്ഥാനം മരണഭയമാണ്. ഞാൻ മരിക്കുമോ എന്നുള്ള ഭയം. ഈ ഭയമുള്ളത് കൊണ്ടാണ്
എന്താണ്? വക്കീലായാലും ശരി, വൈദ്യരായാലും ശരി, അതുപോലെ അധ്യാപകരായാലും ശരി, ആരായാലും ശരി, കാരണം ആളുകളുടെ അറിവില്ലായ്മയെ, അതായത് അവരുടെ ഭയത്തെ അവര് പ്രയോജനപ്പെടുത്തിയിട്ടാണ് ഇവിടെ ജീവിക്കുന്നത്. ഇപ്പൊ രോഗിയും എന്തുകൊണ്ടാണ് മരുന്ന് കഴിക്കുന്നത്, അല്ലെങ്കിൽ പെട്ടെന്ന് ചികിത്സ തേടുന്നത്? താൻ മരിക്കുമോ എന്നുള്ള ഭയം. പക്ഷെ ഭയം സ്വസ്ഥനായിട്ടിരിക്കണ്ടേ, തലവേദന മാറണ്ടേ, വയറുവേദന മാറണ്ടേ, സ്വസ്ഥത വേണ്ടേ എന്നൊക്കെയാണ് നമ്മൾ അതിനെ പറയുന്ന ന്യായം. എന്നാൽ മനസ്സിലാക്കണം, ഏത് ഭയത്തിന്റെയും അടിസ്ഥാനമായിട്ട് കിടക്കുന്ന ചേതോ വികാരം, അതിന്റെ അന്തർരഹസ്യം എന്ന് പറയുന്നത് മരണഭയമാണ്. ഞാൻ മരിക്കുന്നവനാണ് എന്നുള്ള ചിന്തയാണ്. നമ്മുടെ ആത്മീയ ശാസ്ത്രത്തിൽ എന്താണ്? ഞാൻ മരിക്കുന്നവനാണോ? ഞാൻ ജനിക്കുന്നവനേ അല്ല. ഞാൻ ജനിക്കുന്നവനല്ലെങ്കിൽ പിന്നെ ഞാൻ മരിക്കുന്നവനാകുമോ? അല്ല. അപ്പൊ ഞാൻ ജനന മരണത്തെയും ഏതൊന്നിനെയും കണ്ടുകൊണ്ടിരിക്കുന്ന നിത്യശുദ്ധ ബുദ്ധ നിജ മുക്തമായ ചൈതന്യമാണ്. ഇതങ്ങോട്ട് ബോധിച്ചാലോ പിന്നെ മരണഭയം ഉണ്ടാവുമോ? പിന്നെ രോഗഭയം ഉണ്ടാവുമോ? ഉണ്ടാവില്ല. അപ്പൊ എന്തുണ്ടാവും? ഈ ശരീരബോധം അങ്ങോട്ട് നശിക്കും. ശരീരം ഉണ്ടായതാണ്, ഉണ്ടായതൊക്കെ നശിക്കും അല്ലേ? എന്തെങ്കിലും ഉണ്ടായതാണെങ്കിൽ അതിനൊരു മാറ്റം അനിവാര്യമാണ്. അപ്പൊ യഥാർത്ഥത്തിലുള്ള എൻ്റെ ഉണ്മ, എൻ്റെ യാഥാർത്ഥ്യം സത്യത്തിൽ എന്താണ്? ഞാൻ ഒരിക്കലും ഉണ്ടാകാത്ത വസ്തുവാണ്, ആത്മചൈതന്യമാണ്. ആ ഞാൻ ജനിക്കുകയോ മരിക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ളൊരു ബോധത്തിൽ എത്തിയാൽ എന്തായി? ശരീരബോധം നശിച്ചു. അപ്പൊ ഈ ശരീരബോധത്തിന്റെ നാശമാണ് മൃത്യുലോകത്തെയും, കാരണം അവർ മൃത്യുലോകത്തിൽ എത്തിയിട്ടാണല്ലോ, ആ യമുപുരിയിൽ ചെന്നിട്ടാണല്ലോ ഭഗവാൻ കുഞ്ഞിനെ മോചിപ്പിക്കുന്നത്. അപ്പൊ ഇവിടെ യഥാർത്ഥ ആത്മവിദ്യക്ക്, യഥാർത്ഥ ആത്മജ്ഞാനത്തിന് തടസ്സം സത്യത്തിൽ എന്താണ്? ശരീരബോധമാണ്. കാരണം ശരീരത്തിലേക്ക് നമ്മൾ ഉണർന്നിരിക്കുന്നത് കൊണ്ടാണ് എന്തുണ്ടാകുന്നത്? നമുക്ക് ശരീരത്തിലിരുന്ന് സുഖിക്കണം. ശരീരത്തിലിരുന്ന് സുഖിക്കണമെങ്കിലോ ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കണം, ഇഷ്ടമുള്ള പാനീയം കുടിക്കണം, ഇഷ്ടമുള്ള ഇണകളുമായിട്ട് എന്താ പറയുക, മൈഥുനത്തിൽ ഏർപ്പെടണം, അതുപോലെ സുഖമായ നിദ്രയെ കിട്ടണം, ഉറക്കം കിട്ടണം. ഇങ്ങനെയൊക്കെ ആകുമ്പോഴല്ലേ ഈ ശരീരത്തിലിരുന്നിട്ട് സുഖിക്കാൻ പറ്റൂ. അതെന്താ അതിന് കാരണം, അങ്ങനെ തോന്നാൻ കാരണം? ഞാൻ ഈ ശരീരമാണ്, ഞാൻ ഈ ജഡമാണ് എന്നുള്ള ഒരു ചിന്ത കാരണമാണ്. എന്നാ വാസ്തവത്തിലോ ഞാൻ അതാണോ? അല്ല. യഥാർത്ഥത്തിൽ ഞാൻ സദാപി നിലനിന്ന് പ്രകാശിക്കുന്ന ആത്മബോധം, ആത്മചൈതന്യമാണ്. ആ ഒരു അവബോധത്തിലേക്ക് അങ്ങോട്ട് ഉണരാൻ സാധിച്ചാലോ നമുക്കിവിടത്തെ ഏത് അനുകൂല പ്രതികൂലങ്ങളിലും സമചിത്തതയെ പാലിക്കാൻ പറ്റും. ഈ ആത്മവിദ്യ കൊണ്ട് ഇപ്പൊ നമുക്ക് ബ്രഹ്മജ്ഞാനം ബോധിക്കാൻ സാധിച്ചില്ലെങ്കിലും എന്താണ്, ഒരു സമചിത്തതയെങ്കിലും നേടിയെടുക്കാൻ കഴിഞ്ഞാൽ മതി, അത്രയും മതി. എന്താ സമചിത്തത എന്ന് വെച്ചാൽ? ഇഷ്ടമുള്ളത് അങ്ങോട്ട് കിട്ടുമ്പോൾ അമിതമായിട്ട് ആഹ്ലാദിരിക്കുക, അനിഷ്ടമായത് വരുമ്പോഴോ അമിതമായിട്ട് ദുഃഖിക്കാതിരിക്കുക. പ്രതികൂലങ്ങളും പ്രയാസങ്ങളും പ്രതിബന്ധങ്ങളും തടസ്സങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അവിടെ തളരാതിരിക്കുക, അവിടെ തകരാതിരിക്കുക. അതുപോലെ നമുക്ക് അനുകൂലമായിരിക്കുന്നവ കിട്ടുമ്പോഴോ അതിൽ വലിയ സന്തോഷം പ്രകടമാക്കാതിരിക്കുക. അത് തന്നെയാണ് സമചിത്തത. ഈ സമചിത്തത ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ഇഷ്ടമുള്ളത് അങ്ങോട്ട് വരുമ്പോൾ ചാടിക്കളിക്കാം, നല്ല ആഹ്ലാദത്തോടു കൂടി അങ്ങനെ അങ്ങോട്ട് കഴിയും. ആ പെട്ടെന്ന് തന്നെ പ്രതികൂല ദുഃഖം അങ്ങോട്ട് വന്നാലോ പോയി, നിരാശയോടുകൂടി എല്ലാം നഷ്ടപ്പെട്ടവരെ പോലെ ആകെ തകർന്ന് ആകെ ജീവച്ഛവമായിട്ട് അങ്ങോട്ട് മാറും. എന്തായാലും ഇവിടെ അദ്വൈത ഭാവത്തിൽ, അദ്വൈത ബോധത്തിൽ മാത്രമേ മരണഭയം ഇല്ലാതാവുകയുള്ളൂ. ഇതാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഈ അദ്വൈത ബോധത്തെ പ്രകാശിപ്പിക്കുവാനുള്ള വിദ്യയാണ് ആത്മവിദ്യ. അപ്പൊ പണ്ട് ഗുരുകുലങ്ങളിലൂടെ
അവര് രാഷ്ട്രശക്തിക്കും അത് വെച്ചാൽ രാഷ്ട്രത്തിന്റെ ശക്തിക്കും പ്രജകളുടെ അഭിവൃദ്ധിക്കും ആവശ്യമായ ധർമ്മത്തേക്ക് ഉപദേശിച്ചിരുന്നുവെങ്കിലും അതിനോടൊപ്പം ആത്മജ്ഞാനവും പകർന്നു കൊടുത്തിരുന്നു, ആത്മീയ ജ്ഞാനവും പകർന്നു കൊടുത്തിരുന്നു. അതുകൊണ്ട് അവർ ധർമ്മം പുലർത്തി ജീവിച്ചിരുന്നു. കാരണം ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം, ഇതാണ് പുരുഷാർത്ഥ ചതുഷ്ടയം. അത് നമ്മൾ ഇതിനു മുമ്പേ ആ 7ാമത്തെ സ്കന്ധത്തിലൊക്കെ വളരെ വിശദമായിട്ട് പറഞ്ഞു. അപ്പൊ അർത്ഥം ആർജിക്കുന്നതിലും അതുപോലെ കാമം പൂർത്തീകരിക്കുന്നതിലും ഒരു ധർമ്മം വേണം എന്നുള്ളതാണ് നമ്മുടെ സങ്കല്പം. കാരണം കാമത്തിന് വാസ്തവത്തിൽ കണ്ണില്ല മൂക്കില്ല എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെയുള്ള ആ തൻ്റെ ഇംഗിതം പൂർത്തീകരിക്കുന്നിടത്തും ഒരു ധർമ്മം സ്ഥാപിക്കണം, ധർമ്മം ഉണ്ടായിരിക്കണം എന്നുള്ളൊരു ശാസ്ത്രമാണ്, എന്നുള്ളൊരു നിർദ്ദേശമാണ് വാസ്തവത്തില് നമ്മുടെ സംസ്കാരത്തില് അന്തർഭവിച്ച് കിടക്കുന്നത്. അപ്പൊ ഈ ദക്ഷിണ ജ്ഞാന സന്ദേശം ക്ഷേമുഷി ദക്ഷിണ എന്നുള്ള ഒരു ആന്തര രഹസ്യം, ആന്തര തത്വം നമ്മള് ഈ ഭഗവാന്റെ ഗുരുകുല വിദ്യാഭ്യാസത്തിൽ നിന്നും ഭഗവാൻ കൊടുത്തിരിക്കുന്ന ആ ദക്ഷിണയിൽ നിന്നും നമ്മൾ ബോധിക്കേണ്ടതാണ്. അതുകൊണ്ട് ഇപ്പൊ നമ്മള് ഇവിടെയുള്ള എല്ലാ പുസ്തകങ്ങളും അങ്ങോട്ട് വായിച്ച് നമ്മുടെ മസ്തകം അങ്ങോട്ട് നിറച്ചു വെച്ചു. ആ മസ്തകം അങ്ങോട്ട് നിറച്ചു എന്നുള്ളതിന്റെ രീതിയിൽ നമ്മൾ സാധുജനങ്ങളെയും അതുപോലെ സന്യാസിമാരെയും ആചാര്യന്മാരെയും ചോദ്യം ചെയ്യുവാനായിട്ട് മുന്നോട്ട് വന്നതുകൊണ്ട് മാത്രം എന്തുണ്ടാവില്ല, സംസ്കാരം പുഷ്ടി പ്രാപിക്കുകയില്ല. അതായത് നമ്മുടെ കണ്ണിൽ വാസ്തവത്തിൽ കോലാണ് കിടക്കുന്നത്, അന്യന്റെ കണ്ണിലോ കരടയുള്ളൂ. നമ്മൾ നമ്മുടെ കോലെടുത്ത് മാറ്റാതെയാണ് അന്യന്റെ കണ്ണിലെ കരടെടുത്ത് മാറ്റുവാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് ആദ്യം ഈ ശാസ്ത്രങ്ങളിലൊക്കെ പറയുന്ന പോലെ ഉദ്ധരേ ആത്മനാത്മാൻ, ആദ്യം തന്നെ താൻ ഉദ്ധരിക്കുക, തന്നെ താൻ ശരിയാക്കുക. അപ്പൊ ആ ശരിയിലൂടെ നോക്കുമ്പോഴോ നമുക്കിവിടെ ആരെയും ശരികേടായിട്ട് തോന്നുകയില്ല. കാരണം എല്ലാം സർവനിയന്താവായിരിക്കുന്ന ആ സർവേശ്വരന്റെ ഇച്ഛയ്ക്കനുസരിച്ചിട്ടാണ് ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മളിവിടെ നമ്മുടെ സർവാത്മന, നമ്മുടെ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും ഇന്ദ്രിയങ്ങളെ കൊണ്ടും ആ ഈശ്വരീയമായ ശക്തിയുടെ ഒരു മൂലമന്ത്രത്തെ ജപിച്ചും ആ ഈശ്വരീയമായ ശക്തിയുടെ രൂപത്തെ ധ്യാനിച്ചും നമ്മൾ ചെയ്യുന്ന കർത്തവ്യകർമ്മത്തെ ഈശ്വര പൂജയാണെന്നുള്ള വിചാരത്തോടുകൂടി ആചരിച്ചു പോകുമ്പോൾ തീർച്ചയായും നമുക്കും നമ്മുടെ ജീവിതം ധന്യമാക്കുവാനും സാർത്ഥമാക്കുവാനും കൃതാർത്ഥമാക്കുവാനും സാധിക്കും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. ഭഗവാന്റെ ഈ ഗുരുദക്ഷിണ സമർപ്പണത്തിന് ശേഷം വരുന്നത് ഇനി അക്രൂരന്റെ അവിടെ ഉദ്ധവരാണ്. അക്രൂരൻ്റെത് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഇനി ഇവിടെ വരുന്നത് ഉദ്ധവ ഗോപി സംവാദം, അതുപോലെ ഭ്രമരഗീത മുതലായിരിക്കുന്ന ആ കഥകളിലെ തത്വം നമുക്ക് ഇനി പരിശോധിക്കുവാനായിട്ട് ആരംഭിക്കാം.